നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. ജോർജ് ബോംബിടും, മാണി തോൽക്കും. മാണിക്കെതിരെ പറഞ്ഞു മതിയാകാതെ PC ജോർജ്. വിവാദങ്ങളിലും വിമർശനങ്ങളിലും ഓടിയൊളിക്കുന്നവനല്ലെന്ന് ജോർജിന്റെ വെല്ലുവിളി. മാന്യന്മാരായ പാർട്ടി MLA-മാർ മാണിക്കെതിരെ പറഞ്ഞു നടക്കുന്നത് എന്താണെന്നറിയാം. മാണി തിരഞ്ഞെടുപ്പിൽ തോൽക്കും. ജോസഫ് ഗ്രൂപ്പിന്റെ മൗനത്തിൽ ദുരൂഹത. ജോസഫ് ഗ്രൂപ്പിനെ രംഗത്തിറക്കാൻ പലതും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകും. പലതും പറയേണ്ടി വരും. പറയാൻ തുടങ്ങുമ്പോൾ എല്ലാം പറയും. സ്ഥാനമില്ലാത്ത PC ജോർജ് സ്ഥാനമുള്ള ജോർജിനേക്കാൾ 100 ഇരട്ടി ശക്തനായിരിക്കും. കേരള കോൺഗ്രസിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാണി തന്നെ. കാത്തിരിക്കുന്നത് UDF-ന്റെ മാന്യമായ പ്രതികരണത്തിനു വേണ്ടിയെന്നും ജോർജ്. ചീഫ് വിപ്പ് സ്ഥാനത്തിൽ നിലപാട് കടുപ്പിച്ച് മാണി. വിദേശത്ത് പോയ മുഖ്യമന്ത്രി മടങ്ങിയെത്തിയാൽ ഉടൻ നടപടിയെന്നും മാണി. അനുനയത്തിന് UDF-ൽ അണിയറ നീക്കങ്ങൾ. പുറത്തായവർ പത്തി വിടർത്തുമോ? വിമത നേതാക്കളെ പുറത്താക്കിയ ആം ആദ്മിയുടെ ഭാവിയിൽ ഉത്കണ്ഠയുമായി രാഷ്ട്രീയ ലോകം. യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും പുതിയ പാർട്ടിയുമായി കെജ്രിവാളിനെ വെല്ലുവിളിക്കുമെന്ന അഭ്യൂഹം. അച്ചടക്ക നടപടിക്കായി ചേർന്ന യോഗം പാർട്ടി ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് യാദവും ഭൂഷണം. പുറത്താക്കൽ തീരുമാനത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയെയും സമീപിക്കാൻ നീക്കം. യോഗേന്ദ്ര യാദവിനും പ്രശാന്ത് ഭൂഷണും പുറമെ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് പ്രൊഫസർ അജിത് ധായും പ്രൊഫസർ അനന്ത് കുമാറും. നടപടിയോടെ ഒഴിവന്ന 4 സ്ഥാനങ്ങളിലേക്ക് ആം ആദ്മിയിൽ മത്സരം. വിമത നേതാക്കളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന ആവശ്യവുമായി കെജ്രിവാൾ പക്ഷം അച്ചടക്ക സമിതിയിൽ. 4 സംഘം പുതിയ പാർട്ടി രൂപീകരിച്ചാൽ ആത്മിക്ക് മുന്നിൽ പിളർപ്പ്. വിഷാദപർവം കടന്ന് രാഹുൽ വരുമ്പോൾ. രാഷ്ട്രീയ അവധി കഴിഞ്ഞ് രാഹുൽ ഉടൻ തിരിച്ചെത്തുമെന്ന് സോണിയ. ഉപാധ്യക്ഷന്റെ മടങ്ങിവരവ് സൂചിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷയുടെ ഉറപ്പ് അമേഠിയിലെ ജനങ്ങൾക്ക് മുന്നിൽ. മടങ്ങിയെത്തുന്ന രാഹുൽ ഗാന്ധി മണ്ഡലത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കും. സോണിയയുടെ അമേഠി സന്ദർശനം രാഹുലിനെ കണ്ടെത്തുന്നവർക്ക് പ്രതിഫല വാഗ്ദാനത്തോടെ മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ അവധിയെടുത്ത രാഹുൽ എവിടെയെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. മ്യാൻമറിലെ ധ്യാന കേന്ദ്രത്തിലെന്ന റിപ്പോർട്ടിനോട് പ്രതികരിക്കാതെ സോണിയ. മടക്കം എന്നുണ്ടാവുമെന്ന കാര്യത്തിലും വെളിപ്പെടുത്തലില്ല. പോരാട്ട ഭൂമിയിൽ പലായനകാലം. യമൻ കരയുദ്ധത്തിനരികെ. സമാധാനം പുലരും വരെ സൈനിക നടപടി പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. ഇനി ചാവേർ ആക്രമണമെന്ന കടുത്ത മുന്നറിയിപ്പുമായി ഹൂതി പോരാളികൾ. തലസ്ഥാനമായ സന കത്തിയെരിയുന്നു. വിമതർ കീഴടക്കിയ നഗരത്തിൽ ദശരാഷ്ട്ര സഖ്യത്തിന്റെ കനത്ത ബോംബിംഗ്. 10,000 പലായനത്തിൽ. യുദ്ധ നേതൃത്വം വഹിക്കുന്ന സൗദിക്ക് പിന്തുണയുമായി അമേരിക്ക. സൈനിക നടപടിക്ക് പാകിസ്ഥാന്റെയും അംഗീകാരം. ഹൂതികളെ ആയുധമാക്കി യമനെതിരെ പൊരുതുന്നത് ഇറാനെന്ന് പ്രസിഡന്റ് അബ്ദുൾ റബ്ബ മൻസൂർ ഹാദി. യമനിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ ദുരിതത്തിലെന്ന് റിപ്പോർട്ട്. താമസ സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങാനാവാതെ ആയിരങ്ങൾ. മലയാളികളെ എക്സിറ്റ് പാസ്പോർട്ട് വഴി നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.